ജഗതിക്ക് സമം ജഗതി മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ധീരമായ അഭിപ്രായങ്ങളും ക്യാരക്ടറുമുള്ള നടനാണ് ജഗതി. പലരും വില കൊടുത്ത് വാങ്ങുന്ന അവാർഡുകൾ തെറ്റായ വഴിയിലൂടെ വാങ്ങാനോ സ്വയം കാര്യത്തിനു വേണ്ടി നാറിയവനെ ചുമക്കാനോ ജഗതിയെ കിട്ടില്ല. 4 പേർ ചേർന്ന് തീരുമാനിക്കുന്ന അവാർഡിനേക്കാൾ പ്രേക്ഷകർ നൽകുന്ന അവാർഡാണ് തനിക്ക് വലുതെന്ന് പല പ്രാവശ്യം പരസ്യമായി പറഞ്ഞിട്ടുള്ള ജഗതി ഇനി മുതൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു അവാർഡും സ്വീകരിക്കുകയില്ലെന്ന് മാധ്യമങ്ങളിലൂടെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും നല്ല നടനുള്ള അവാർഡ് നൽകാനോ അഭിനയത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ബഹുമതി നൽകാനോ ഒരു ഗവൺമെന്റും ശ്രമിച്ചിട്ടില്ല. ഒഴിവാക്കാൻ എളുപ്പമായി പലർക്കും തോന്നിയത് പരാതികളില്ലാത്ത ജഗതിയെ മാത്രമായിരുന്നു. താൻ സംസ്ഥാന അവാർഡ് സ്വീകരിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടും പ്രതികരിക്കാൻ കഴിയാതെ വെല്ലൂർ ആശുപത്രിയിൽ കിടക്കുന്ന ജഗതിക്ക് ഏറ്റവും നല്ല ഹാസ്യ നടനുള്ള അവാർഡ് നൽകി അപമാനിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അസുഖം മാറി ജഗതി തിരിച്ചു വരുന്നതിനും അഭിനയരംഗത്ത് സജീവമാകുന്നതിനും പ്രാർത്ഥിക്കുന്നവർക്കിടയിലാണ് അവാർഡ് കമ്മിറ്റിക്കിടയിൽ ഹാസ്യചിന്ത ഉടലെടുത്തതും ജഗതിക്ക് ഹാസ്യ നടനുള്ള അവാർഡ് കൊടുക്കാൻ വെളിപാടുണ്ടായതും. പ്രതികരിക്കാൻ ജഗതി ഉണ്ടായിരുന്നെങ്കിൽ മാന്യമായ ഭാഷയിൽ ജഗതി അവാർഡ് നിഷേധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലൊരു അവാർഡ് നൽകി ജഗതിയെ അപമാനിക്കേണ്ടിയിരുന്നില്ല.